പറഞ്ഞത്. ഇന്ന് രാവിലെ IAS അസോസിയേഷൻ പ്രതിഷേധമെന്ന നിലയിലൊരു സമരം ക്യാഷ് ലീവ് എടുക്കുന്ന സംബന്ധിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ സമരത്തിന് ഇതുവരെയും കേട്ടുകേഴ്വി വെച്ച് ഏത് സമരം നടത്തുന്നവരും ആ സമരം നടത്തിയാൽ പോരെ? സമരം നടത്തുന്നതിന് മുമ്പ് സമര പരിപാടി ആരംഭിക്കുന്ന രാവിലെ 10 മണിക്ക് അല്ലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നത് തൊട്ട് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ സമരം നടത്തുന്നു. ശനിയാഴ്ച ഒരു തീരുമാനമെടുക്കുകയാണ് ഇവരുടെ അനൗപചാരിക യോഗത്തിൽ. അല്ലല്ല ജോമോനെ, അനൗപചാരികമായ യോഗത്തിൽ ഇവർ തീരുമാനമെടുക്കുന്നു. പിന്നെ അത് ഔദ്യോഗികം എന്ന് വെച്ചാൽ അവർ പിന്നെ അസോസിയേഷൻ നിലയിൽ തുടർ നടപടികളിലേക്ക് പോകുന്നു. അപ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജില്ലാ കളക്ടർമാരടക്കമുള്ളവരോടുള്ള നിർദ്ദേശം നിങ്ങൾ കൃത്യമായി ഓഫീസിൽ വന്ന് ജോലി ചെയ്യണം, പക്ഷേ അവധിയിലായിരിക്കണം. ഇത്രയേ ഉള്ളൂ. അല്ല, അവധിയിൽ അവരെ ചിലപ്പോൾ കിട്ടിയല്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ ഓടിച്ചിട്ട് കിട്ടിയില്ല വീട്ടിൽ കൊടുത്തേക്കാൻ പറയുന്ന പോലെ പറയുന്നതാണോ നമുക്കറിയത്തില്ല. ഈ സമരത്തിൽ എല്ലാവരും അങ്ങനെ പറയാൻ പറ്റും. നമ്മൾ അസത്യം അല്ല പറയുന്നത്. അവർ കൊടുത്ത നിർദ്ദേശം ജോലി ചെയ്യണം, പക്ഷേ അവധി എടുത്തോണ്ട് ജോലി. ഞാൻ പറയട്ടെ, എന്നെ കൊണ്ടൊന്ന് പറയും. ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം പൂർത്തിയാകാത്തതുകൊണ്ടാണ് വേണു മനസ്സിലാകാത്തത്. ഞാൻ പറഞ്ഞതല്ല, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ശ്രീ KM എബ്രാഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ തീരുമാനം പ്രകാരം സമരം നടത്തും. എന്നൊരു ശനിയാഴ്ചയാണല്ലോ, പിന്നീട് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്ന് രാവിലെ സമരം നടത്തുന്നതിന് പകരം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് ആശയവിനിമയം നടത്താൻ തീരുമാനിച്ചു. മാത്രമല്ല ജോമോൻ ആ വാർത്ത പിണറായിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചേക്കണം. അദ്ദേഹം പറഞ്ഞത് ഇന്ന് അവർ എന്നെ വന്ന് കാണാൻ തീരുമാനിച്ചു. ഇന്ന് എന്നെ അത് ശനിയാഴ്ചയും അതേ നിലപാട് തന്നെയായിരുന്നു അവർക്ക്. ശനിയാഴ്ചയുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിക്ക്. പൂർത്തിയാക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ IAS അസോസിയേഷൻ ഇങ്ങനൊരു സമരത്തിലേക്ക് എത്തി വിരട്ടി. നേരത്തെ KM എബ്രാഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം വന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഇരിക്കുകയാണ്, അത് കോടതിയിൽ ഇരിക്കുകയാണ് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി. അപ്പം KM എബ്രാഹത്തിനെതിരെ വന്നപ്പോൾ ഒരു വിരട്ട് നടത്തി മുഖ്യമന്ത്രിയെ കൊണ്ട്. നിയമസഭയിൽ അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ആ സംബന്ധിച്ച പോലെ തന്നെ ഇപ്പോൾ നടപടിയെടുത്തില്ലല്ലോ. അല്ല, നടപടിയെടുത്തില്ല. കാരണം അനുകൂലമാക്കി. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ, വിജിലൻസ് സംവിധാനത്തെയും വിജിലൻസ് ഡയറക്ടറെയെല്ലാം ഭീഷണിപ്പെടുത്തി വിരട്ടി. ഈ പറയുന്ന അന്വേഷണം നേരിടുന്ന IAS ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അനുകൂലമാക്കി റിപ്പോർട്ട് കൊടുപ്പിച്ചു എന്ന് പറഞ്ഞോളെ പോൾ ആൻ്റണിക്ക് വേണ്ടിയും അല്ലെങ്കിൽ KM എബ്രഹാമിന് അനുകൂലമായ റിപ്പോർട്ട് കൊടുപ്പിച്ചു. ആ കൊടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ KM എബ്രഹാം തന്നെ എഴുതി കൊടുത്ത, ചീഫ് സെക്രട്ടറി എഴുതി കൊടുത്തതിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് 15,000 രൂപയിൽ കൂടുതൽ. അല്ല, ഞാൻ പറയട്ടെ, ആ 15,000 രൂപയിൽ കൂടുതൽ ഇല്ല എന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു. പറയട്ടെ, കൊടുപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ കോടതിയിൽ പറയട്ടെ. അപ്പം എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് മേൽ നടപടി ചോദിക്കുന്നത്. ഒരു നടപടി എടുത്തില്ല. അതെന്തുകൊണ്ട്? അതെന്താണെന്ന് വെച്ചാൽ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് അന്ന് ഉപയോഗിച്ചു. ആ മുഖ്യമന്ത്രിയെ തന്നെ IASകാരുടെ അനുകൂലമായി നിർത്താൻ വേണ്ടി അന്ന് ചെയ്ത ഒരു ചക്ക ഇട്ടപ്പോൾ മുയൽ വീണപ്പോൾ വീണ്ടും ഒരു ചക്ക ഇടാൻ നോക്കി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അത് നാണക്കേടുണ്ടാവും മനസ്സിലാക്കി. അതുകൊണ്ടാണ് KM എബ്രഹാമിന്റെ സ്വത്തുവരോട് ഞാൻ വീണ്ടും ജോമനിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ TN പ്രതാപൻ, ഇവിടെ മുഖ്യമന്ത്രി ഇവരെ കാണുന്നു. ഇവരെ കണ്ട ശേഷം മുഖ്യമന്ത്രി ഇവരോട് പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പറയുകയാണ്, എബ്രഹാമിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്തൊരു നിലപാടുണ്ടല്ലോ, ടോം ജോസിൻ്റെ കാര്യത്തിൽ സസ്പെൻഷനിലേക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്, അത്തരമൊരു നടപടി ഉണ്ടായില്ലല്ലോ, പോൾ ആൻ്റണിയുടെ കാര്യത്തിലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന മട്ടിലുള്ള ആശയവിനിമയം. ഇതൊരു അടുക്കള രഹസ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതാണോ? പുറത്ത് കടുത്ത അഴിമതി വിരുദ്ധതയുടെ ഒരു നിലപാടെടുത്തതിൻ്റെ ഭാവം മുഴുവൻ പ്രകടിപ്പിക്കുക, അകത്ത് ഉദ്യോഗസ്ഥരോട് ആശയവിനിമയം നടത്തുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്, പക്ഷേ ഇത് മുൻപ് വന്ന അവസരങ്ങളിൽ ഇങ്ങനെയല്ലേ സർക്കാർ നീങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് അത്തരം ആശങ്കകൾ വേണോ എന്ന് ഒരു മുഖ്യമന്ത്രി ചോദിക്കുന്നത് അത് എന്ത് കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നത്? ഒന്ന്. രണ്ട്, ഇന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത്ര പരുഷമായി സംസാരിപ്പിച്ചതായി IAS ഉദ്യോഗസ്ഥർ കരുതുന്നത് പ്രതിപക്ഷമുണ്ടാക്കിയ സാഹചര്യമാണെന്നാണ്. അതായത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു കത്ത് കൊടുത്ത് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കുമ്മനം രാജശേഖരനും രമേശ് ചെന്നിത്തലയും VM സുധീരനും ഒന്നും ഇത് ഏറ്റെടുക്കുമെന്ന്. അങ്ങനെ ഏറ്റെടുക്കുകയും അതൊരു രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്ര ചടുലമായ ശരീരഭാഷയിൽ പിണറായി വിജയൻ പ്രതികരിച്ചത് എന്ന്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഓഫീസ് മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന വാട്സാപ്പ് സന്ദേശം എന്നത് ഉടൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ പോകുന്നു, വേഗം റെഡിയായിക്കോളൂ എന്ന മട്ടിലാണ്. ഇതൊക്കെ പ്രതിപക്ഷം ഇതൊരവസരമായി എടുത്തു എന്നതുകൂടി കണ്ടുകൊണ്ടായിരുന്നു എന്നുമാണ് IAS അസോസിയേഷൻ്റെ ഒരു ബോധ്യം. താങ്കളുടെ മറുപടി എന്താണ്? അല്ല വേണു, ആദ്യം അവസാനം പറഞ്ഞ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു ഭരണം സ്തംഭിക്കുന്നു, പിന്നെ IAS ഉദ്യോഗസ്ഥന്മാർ, സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ അവർ അവധിയെടുക്കുന്നു, കളക്ടർമാരോട് അവധിയെടുത്ത് ജോലി ചെയ്യാൻ വേണ്ടി പറയുന്നു.
ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രതിപക്ഷം മിണ്ടാതിരിക്കാനാണോ ചെയ്യേണ്ടത്? സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ചെയ്യേണ്ട ഒരു പാർലമെൻ്ററി ധർമ്മമുണ്ട്. ആ ധർമ്മം ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കേരളത്തെ ചരിത്രത്തിൽ ഇതിനു മുൻപ് സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തോടെ അവധി എടുത്തിട്ടില്ല. അവധി എടുക്കാനിടയാകുന്ന സാഹചര്യം, അതായത് സമരം ചെയ്യാനുണ്ടാകുന്ന സാഹചര്യം എന്ത്? ആ സമരത്തിൻ്റെ സാഹചര്യം മുഖ്യമന്ത്രിക്ക് നേരത്തെ ബോധ്യമുള്ളത് കൊണ്ട് അത് ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തേണ്ടതാണ്. അതായത് മുഖ്യമന്ത്രി അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ അവരെ പേരുണ്ടായ ആരോപണങ്ങൾ സംബന്ധിച്ച് അവരെ വിളിച്ചു വരുത്തി ഓരോ ആരോപണങ്ങളും ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ വിജിലൻസ് ഡയറക്ടർ കൊണ്ട് ഇങ്ങനെ ജയിച്ചോളാം, ഞാൻ വിജിലൻസ് ഡയറക്ടർ കൊണ്ട് മറ്റേ രീതിയിൽ ഫയൽ ശരിയാക്കിച്ചോളാം, നിങ്ങളെല്ലാവരെയും ക്ലീൻ ചിട്ട് തന്നിട്ടുണ്ടല്ലോ, മുൻപ് തന്നില്ലേ, ഇനി നിങ്ങൾ പേടിക്കേണ്ടതുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന അർത്ഥം എന്താ? അതിന് വളരെ അപകടകരമായ ഒരു സൂചന കൂടി അതിനകത്തുണ്ട് വേണു. ഈ വിജിലൻസിന് പോലും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആരോപണം ഉണ്ടാകുമ്പോൾ ആരോപണം ഗവൺമെൻറ്റിൻ്റെ തലവനായ മുഖ്യമന്ത്രിക്ക് നേരെയും മന്ത്രിമാർക്ക് നേരെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ നേരെ ആരോപണം ഉണ്ടാകും. അന്വേഷിക്കേണ്ടതാണ്. ആ അന്വേഷിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. മേലും അത് ഉണ്ടാകില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്, ലീവ് എടുക്കുന്നത്, സമരം എടുക്കുന്നത് എന്ന് ചോദിക്കാമെന്ന് അർത്ഥം. വിജിലൻസിനെ പോലും മുഖ്യമന്ത്രി വരുതി നിർത്തി ആ തത്ത, കൂട്ടിലടച്ച തത്ത ഇപ്പോൾ ക്ലിഫ് ഹൗസിൻ്റെ പുറത്ത് കൃത്യമായും തേനും പിന്നെ പഴവും കൊടുത്ത് തത്തയെ മുഖ്യമന്ത്രിയുടെ കസ്റ്റഡി വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി. വളരെ അപകടകരമായ സൂചനയാണ് ഇന്ന് ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ മുഖ്യമന്ത്രി സ്വകാര്യ സംഭാഷണത്തിൽ അല്ലാതെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ പറഞ്ഞു എന്ന് ഇപ്പോൾ വേണു പറഞ്ഞ പ്രസ്താവന വളരെ അപകടമാണ്. അതിനർത്ഥം എന്താ? നിങ്ങൾ എന്ത് ചെയ്താലും പരാതി വന്നാൽ ഞാൻ ആ പരാതിയെല്ലാം പരിഹരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവർക്കും ആ പരാതി ഞാൻ വിജിലൻസ് ഡയറക്ടർ കൊണ്ട് മാറ്റി വെപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ പേര് ആക്ഷൻ എടുത്തിട്ടില്ലല്ലോ. ഇങ്ങനെ പോലും പറയുന്നത് അപകടകരമാണ്. വിജിലൻസ് ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ്, മുഖ്യമന്ത്രി നിയന്ത്രണത്തിലാണ്. വിജിലൻസിന് കൂട്ടിലടച്ചിരിക്കുന്നു. ഈ തത്തയ്ക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ന് ബോധ്യമായിരിക്കുകയാണ്. അതോടൊപ്പം പ്രതിപക്ഷം എന്ന രീതി ഞങ്ങളിത് കണ്ടിരിക്കാൻ പറ്റുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് IAS ഉദ്യോഗസ്ഥന്മാർ അവധി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വരൾച്ച വന്നുകൊണ്ടിരിക്കുന്നു. അരിയില്ല, റേഷൻ കട അരിയില്ല, സിവിൽ സപ്ലൈസിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ്. എനിക്ക് ശ്രീ AM ആരിഫ് MLA പ്രതികരണത്തിലേക്ക് പോയതിനു ശേഷം ഇടവേളയിലേക്ക് പോകണം. ശ്രീ AM ആരിഫ്, താങ്കളുടെ മറുപടി. അല്ല, ഞാൻ പറയുന്നത് പ്രതാപനൊക്കെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എങ്ങനെയാണ് IAS ഉദ്യോഗസ്ഥന്മാർ 2 ചേരിയായി തിരിഞ്ഞ് കയ്യാങ്കളിയിലേക്ക് വരെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ IASകാരുടെ ചേരി തിരിഞ്ഞതെന്ന് ശ്രീ പ്രതാപൻ മറന്നുപോയോ? എന്തിനാണ് അവരൊക്കെ ചേരി തിരിഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ കേരളത്തിലെ IASിനിടയിൽ ചേരിതിരിവും കയ്യാങ്കളിയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന്റെ തുടർ ഫലങ്ങളൊക്കെ സ്വാഭാവികമായി നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു സിവിൽ സർവീസാണ്. ആരിഫ്, ഒരു ചെറിയ ചോദ്യം. ആരിഫ്, അന്ന് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പോലും കേരളത്തിലെ സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തോടെ അവധി ലെറ്റർ കൊടുത്ത് സമരം നടത്തിയിട്ടില്ല, സമരം പ്രഖ്യാപിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമല്ല, ഇതിനു മുൻപ് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അന്ന് IASകാർക്കിടയിൽ അസംതൃപ്തിയും ചേരിതിരിവും പക്ഷപാതവും കയ്യാങ്കളിയും വാക്കേറ്റവും കസേരയ്ക്ക് തള്ളലും ഒക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ്. അത് നിങ്ങൾ മറന്നുപോകരുത്. എന്റെ പൊന്നു സ്നേഹിതൻ ആരിഫ്, ആരിഫിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, ഈ വസ്തുതകൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, IASകാർ തമ്മിലുണ്ടാകുന്ന ശീതസമരം പോലെയാണോ ഗവൺമെന്റും IASകാരും തമ്മിലുള്ള സമരം? ഇത് IASകാർ പണിമുടക്കിയിരിക്കുകയാണ്, അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് രണ്ടിനും ആരിഫിനെ പോലെ ചെറുപ്പക്കാരൻ അങ്ങനെ കമ്പനി നടത്താൻ പാടണ്ട. പണിമുടക്കാൻ അധികാരമില്ലാത്തവരത് ചെയ്യരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കുമെന്ന ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? ആരിഫ്, എന്റെ സ്നേഹിതൻ ആരിഫ്, ഈ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ പറഞ്ഞ ഇരട്ടച്ചങ്കുണ്ട്. ആ ഇരട്ടച്ചങ്കുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി കേട്ടിരുന്നു. ശ്രീ ആരിഫിന്റെ ടെലിഫോൺ ലൈൻ തയ്യാറുണ്ട്. വീണ്ടും ആരിഫിനെ വിളിക്കാം. അങ്ങനെയെങ്കിൽ മാത്രമേ ആരിഫിന്റെ ശബ്ദവും കേൾക്കാൻ കഴിയൂ. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ചർച്ച ചെയ്യുന്നത് IAS അവധി സമരം അടിച്ചമർത്തിയെന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് മുന്നിൽ IPS അമർഷം പുകയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കിയാകുന്നില്ലേ? ഡോക്ടർമാരുടെ മെല്ലെപ്പോക്ക് സമരത്തിന് സർക്കാരിന് എന്തുണ്ട് പോംവഴി?
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഉൾപ്പെടുത്തുമെന്നതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു വിഭാഗം ചേരിതിരിഞ്ഞ് ജീവനക്കാർ സമരമുഖത്തേക്ക് എത്തുന്നതും സർക്കാർ കാണാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇടവേളയ്ക്ക് ശേഷം.